ഞാൻ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും സിഖും പാർസിയും എല്ലാമാണ്. ഞാൻ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും വന്ന ഗാന്ധിയുടെ ആദർശം 1940-ലെ സമയമാണോ ഇപ്പോൾ? അന്ന് തീരുമാനമെടുത്തവരാണ് ഇന്ന് എടുക്കുന്നത്. അന്ന് ഇതിനെക്കാട്ടി കൂടുതൽ നമ്മൾ എന്താ പറയുക, ഇതേപോലത്തെ കാര്യങ്ങൾ പ്രാധാന്യം കൊടുത്തിരുന്നു. ഇന്ന് പ്രാധാന്യം കുറഞ്ഞു വരുന്നു. 50-60 ആയപ്പോൾ കൂടുതലുണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞു വരുന്നു. ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഇതൊട്ടും പ്രാധാന്യം ഉണ്ടാവുകയില്ല. അതൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കും. പക്ഷേ ഇപ്പോൾ ഈ പണ്ട് 60-കളിലോ അല്ലെങ്കിൽ 70-കളിലൊക്കെ പ്രവർത്തിച്ച നേതാക്കന്മാർ പറയുന്നത്, അന്ന് അവരോട് പറഞ്ഞത് പള്ളിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഹിന്ദു രക്തം, മുസ്ലിം രക്തം, ഞങ്ങളിലുള്ള മാനവ രക്തം എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വരുന്നത് പള്ളിയിലേക്കാണ് ആ കാര്യമുള്ളത്. ഗാന്ധിയുടെ ആദർശം തിരിച്ചായിരുന്നു എൻ്റെ അഭിപ്രായം. ഐ എം എ ഹിന്ദു, ഐ എം എ മുസ്ലിം, ഐ എം എ ക്രിസ്ത്യൻ, ഐ എം എ സിഖ്, ഐ എം എ പാർസി, ഐ എം എ ജൂ. നോട്ട് ഓൺലി മീ, യു ആർ ഓൾ. ഞാൻ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും സിഖും പാർസിയും എല്ലാമാണ്. ഞാൻ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും വന്ന ഗാന്ധിയുടെ ആദർശം. ഇത് യൂറോപ്യൻ സെക്കുലറിസം അല്ല, ഇന്ത്യയുടെ സെക്കുലറിസം. യൂറോപ്യൻ്റെ സെക്കുലറിസത്തിൽ എല്ലാ മതത്തെ ഒഴിവാക്കുന്ന സെക്കുലറിസമാണ്. നമ്മുടെ സെക്കുലറിസത്തിൽ എല്ലാ മതങ്ങളെ അംഗീകരിക്കുന്ന സെക്കുലറാണ്.